യോഗാനന്ദൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നത് അദ്ദേഹം ധ്യാനിച്ചുകൊണ്ട് ഹിമാലയത്തിലിരിക്കുമ്പോൾ ധ്യാനത്തിൽ നിന്ന് അദ്ദേഹം ഉയർന്ന ഒരു ലെവലിലേക്ക് എത്തി ബോഡിയിൽ നിന്ന് വിട്ടു മാറി നിന്നപ്പോൾ അദ്ദേഹത്തെ വിഴുങ്ങാനായിട്ട് മനുഷ്യന്റെ രൂപത്തിൽ തന്നെയുള്ള ഒരാൾ ഒരു സ്ത്രീ ഇരുന്ന് കുറെ വെള്ളം തിളപ്പിക്കുകയാണ്. അദ്ദേഹം മുരളീകൃഷ്ണ പറഞ്ഞ അതാണ്, ജീവൻ പോകുന്ന വഴിയിൽ പല വലിയ ജീവികളും മിക്കതും നമ്മുടെ തരത്തിലുള്ളത് തന്നെയായിരിക്കും, തിന്നാനും കടിച്ചു കീറാനും ഒക്കെ വരും. അപ്പം നമ്മൾ ഒളിക്കും, എവിടെയും ഒളിച്ചൊളിച്ച് നമ്മൾ അവസാനം ഒളിക്കുന്നത് ഏതെങ്കിലും ഗർഭാശയത്തിലായിരിക്കും. ഇപ്പം ഞാൻ എത്രയെത്ര പുനർജന്മമുണ്ട്, ആകെ ടോട്ടൽ നമ്മുടെ പുനർജന്മത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആകെ 170 മറ്റോ ആണ്. മറ്റേ അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ, അയാൾക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അയാളുടെ അച്ഛൻ്റെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ മരിച്ച് അച്ഛൻ ഏത് നിലയിലാണോ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ലെവലിൽ ജീവിക്കണം. മരിച്ചവരെ ധാരാളം കണ്ടിട്ടുണ്ട്. ഈ തൊട്ട് പടിഞ്ഞാറേ വീട്ടിലെ മരിച്ച് ഈ റോഡിലെ കൂടെ പോകുന്നത്. പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ ലെവലിലായിപ്പോൾ ഇയാൾ മരിച്ചതിന് ശേഷമുള്ള ഇയാളുടെ ആസ്ട്രൽ ബോഡിയാണ് വരുന്നതെന്ന് നമുക്ക് തോന്നില്ല, അത് അയാളാണ് വരുന്നത്. നമ്മുടെ സ്ഥിരബോധം പോയതിനു ശേഷം സ്ഥിരബോധമല്ല, ഇത് നമുക്കൊരു 2-3 ബോധമുണ്ട് നമ്മുടെ ഉള്ളിൽ. പേടിപ്പെടുത്തുന്ന രംഗമെന്ന് പറയുമ്പോൾ ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വരെ നോക്കുമ്പോൾ കാണത്തില്ല. റീകാർണേഷനും റീബർത്തും യാഥാർത്ഥ്യമായിരിക്കും. റീബർത്ത് യാഥാർത്ഥ്യമാണ്. മരിച്ചവരെ ധാരാളം കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, മരിച്ചവരെ ധാരാളം കണ്ടിട്ടുണ്ട്. ഈ തൊട്ട് പടിഞ്ഞാറേ വീട്ടിലെ പുള്ളി മരിച്ച് ഈ റോഡിലെ കൂടെ പോകുന്നത്. പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ ലെവലിലായിപ്പോൾ ഇപ്പോൾ ഇയാൾ മരിച്ചതാണെന്നു, ഈ കണ്ടതിനെല്ലാം അതാണ്, ഇയാൾ മരിച്ചതാണെന്നു, ഇയാൾ മരിച്ചതിന് ശേഷമുള്ള ഇയാളുടെ ആസ്ട്രൽ ബോഡിയാണ് വരുന്നതെന്ന് നമുക്ക് തോന്നില്ല, അത് അയാളാണ് വരുന്നത്. ആ കാലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. ഞാൻ പലയിടത്ത് വെച്ച് കണ്ടപ്പോഴും ഇതാണ് അനുഭവം. അതുകൊണ്ട് നമുക്ക് ഇവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇവരിൽ നിന്ന് മാറാനോ ശ്രമിക്കത്തില്ല. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവർ ജീവിച്ചിരിക്കുന്നു, അവരെ നമ്മൾ കാണുന്നു. നമ്മൾ ആ പ്രസന്റ് പോയി, ആ പാസ്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. നമ്മൾ ആ പ്രസന്റ് ആ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ മറന്നു പോവുക. അപ്പോൾ എന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു മൈൻഡ് കൊണ്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രസന്റിൽ തന്നെയാണ് ഇത് കാണുന്നത്. പക്ഷേ ഇവരെ കാണാതാകുമ്പോഴാണ് ഇത് ഇത്ര നാൾ മുമ്പ് മരിച്ച ആളല്ലേ എന്ന് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്ഥിരബോധം പോയതിനു ശേഷം സ്ഥിരബോധമല്ല, ഇത് നമുക്കൊരു 2-3 ബോധമുണ്ട് നമ്മുടെ ഉള്ളിൽ. അതിലൊരു ബോധമാണ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ബോധത്തിലാണ് ആസ്ട്രൽ ബോഡി ഞാനീ പറഞ്ഞത് കണ്ടിട്ടുള്ളത്. അത് ഒത്തിരി കണ്ടിട്ടുണ്ട്, പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. അതൊന്നും യക്ഷി പോലെയുള്ളതല്ല, സാധാരണ മനുഷ്യരുടെ പ്രേതങ്ങളാണ് കണ്ടിട്ടുള്ളത്. കാണുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? കാണുന്ന സമയത്ത് ഒന്നും തോന്നത്തില്ല, കാരണം അവർ ജീവിച്ചിരിക്കുന്നവരാണല്ലോ. ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഒന്നും തോന്നത്തില്ല. അവരിൽ നിന്ന് മാറണമെന്നും അല്ലെ ഇത് പേടിപ്പെടുത്തുന്നതാണെന്നും ഒന്നും തോന്നില്ല. പേടിപ്പെടുത്തുന്ന രംഗമെന്ന് പറയുമ്പോൾ ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വരെ നോക്കുമ്പോൾ കാണത്തില്ല. അപ്പോഴാണ് നമ്മൾ ഭയം വരുന്നത്. നമ്മൾ അപ്പോൾ പ്രീവിയസിലേക്ക് പോവാണ്. ഇയാൾ മരിച്ചിട്ട് 4-5 വർഷമായതല്ലേ, നമുക്ക് അപ്പോഴാണ് ആ ഭയം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സോളുകൾ നമുക്ക് ദോഷം വരുത്തുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത്? ഒരു സോളും ഒരു ദോഷവും ആക്കും വരുത്തുന്നില്ല. അവർ ഓരോ എൻറ്റിറ്റീസാണ്. അവരാരും ഒരു മനുഷ്യനെയും ദോഷം വരുത്തുന്നില്ല. പക്ഷേ ജ്യോതിഷന്മാരുടെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുടുംബദോഷമാണെങ്കിലും മറ്റുള്ള ദോഷങ്ങളാണെങ്കിലും നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും പിതൃതുല്യരായിട്ടുള്ള ആളുകളുടെ മരണമോ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബാധ, അവിടെ ദുരിതമുണ്ട് എന്നായിരിക്കും അവർ പലപ്പോഴും പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ? അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്ക് അത്രത്തോളം ജ്യോതിഷത്തെ പറ്റില്ല. അവർ പറയാറുണ്ട് പിതൃകുടുംബ ബാധകളുണ്ട്, അല്ല കാലാകാലങ്ങളായിട്ട് ഈ പിതൃദോഷം അവിടെ ഉണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്ന സമയത്തും എൻ്റെ അനുഭവത്തിൽ, എനിക്കറിയാവുന്ന അനുഭവത്തിൽ, ആ പിതൃ എന്ന് പറയുന്ന ആൾ പോയി ജനിച്ചിട്ട് വർഷങ്ങളായി. ഇതൊരു ഒരാൾക്ക് ഒരു 10 നമ്മുടെ കണക്കനുസരിച്ച്, മനുഷ്യൻ്റെ കണക്കനുസരിച്ചിട്ട്, ഓരോന്നിനും ഓരോ കണക്കാണ്. മനുഷ്യൻ്റെ കണക്കനുസരിച്ചിട്ട് ഒരു 10-90 ദിവസം കഴിയുമ്പോഴുന്നതിന് മുമ്പായിട്ട് പുനർജന്മം ഉണ്ടാകും. പുനർജന്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തലത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഈ തലത്തിൽ തന്നെ പല തലങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞല്ലോ, ആശ്രിതലങ്ങൾ. റീകാർണേഷനും റീബർത്തും യാഥാർത്ഥ്യമായിരിക്കുമോ? റീബർത്ത് യാഥാർത്ഥ്യമാണ്. റീകാർണേഷൻ എന്ന് വെച്ചാൽ ഇൻകാർണേഷൻ, അതായത് ഒരാള് മരണപ്പെടുന്നു, ഒരു കാലത്തിന് മുമ്പോട്ട് അയാൾ മരണപ്പെടുന്നു,
അതേ അയാൾ മറ്റൊരു കാലത്തിൽ ജനിക്കുന്നു. ഇപ്പം നമ്മൾ പല സിനിമകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നായകനും നായികയും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, അതിനുശേഷം അവർ മരിക്കുന്നു, പിന്നീട് മറ്റൊരു കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും കൂടെ പുനർജനിക്കുന്നു. അത് നമ്മൾ രണ്ടും ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നമ്മൾ രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു 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 കാല എർത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇതേ സംഭവം ബ്ലാക്ക് എനർജിയിൽ സെയിം സംഭവം നടക്കുന്നുണ്ട്. സെയിം എർത്തിൽ, സെയിം കണ്ടീഷനിൽ, സെയിം ഒരുപക്ഷെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണോ നമ്മളത്, ഇത് നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണോ നമ്മളൊന്ന് സംശയിക്കേണ്ടി വരും. ബ്ലാക്ക് എനർജി സെയിം, നമ്മുടെ മാത്രമല്ല, പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ബ്ലാക്ക് എനർജിയിലുള്ള ഇതേ ഭൂമിയിൽ സംഭവം നടക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ 45% എന്താ പറയുക, ബ്ലാക്ക് എനർജി, ഡാർക്ക് മാറ്ററിലാണിത്. ഡാർക്ക് എനർജിയിലല്ല, ഡാർക്ക് മാറ്ററിലാണ് നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് ഉള്ളത്. അല്ലെ, അതിൻ്റെ അവരുടെ ഫോട്ടോസ്റ്റാറ്റാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ആ വഴിക്കാണ്. പക്ഷേ നമ്മുടെ, അതായത് കാലങ്ങളായിട്ടുള്ള നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ തന്നെ ആയിരിക്കും നമ്മൾ റീബർത്ത് എടുക്കുക എന്നാണ് പറയുന്നത്. അതെ. അപ്പം ആ റീബർത്ത് തന്നെ, ഇപ്പം ഞാനൊരു 1947 ജനിച്ച ഒരാളാണെങ്കിൽ ഞാൻ വീണ്ടും 1999 ജനിക്കുന്നു. അങ്ങനെ ഒരു റീകാർണേഷൻ യാഥാർത്ഥ്യമായിരിക്കുമോ? അതായത് നമ്മൾ പല സ്റ്റോറികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഴയ കാലത്ത് നിന്നും ജനിച്ചിരുന്ന ഒരാൾ മറ്റൊരു ഏതെങ്കിലും സ്ഥലത്ത് ജനിച്ചിട്ട് പിന്നീട് ആ സ്ഥലം തേടി പോകുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ? അത് ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരം 2-3 വിഘടിക്കും. 2-3 വിഘടിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ആത്മാവ്, 2 നമ്മുടെ ഈ ബോഡി, ഫിസിക്കൽ ബോഡി, 3 സൂക്ഷ്മ ശരീരം, ആസ്ട്രൽ ബോഡി. അപ്പോൾ ഈ ആസ്ട്രൽ ബോഡിയും ആത്മാവൂടാണ് നമ്മുടെ ശരീരം വിട്ടു പോകുന്നതെങ്കിൽ അത് ഈ എർത്തിൽ തന്നെ ഉടൻ തന്നെ ജന്മം മറ്റൊരു ഫിസിക്കൽ ബോഡിയിൽ കയറുകയല്ല, അതിന് സ്വയം ഭ്രമിച്ച് ഫിസിക്കൽ ബോഡി ഉണ്ടാക്കും. എന്നാലും ഒരല്പം അവശേഷിക്കും. ഈ ആസ്ട്രൽ ലെവലിൽ ഒരല്പം അവശേഷിക്കും. ആ അവശേഷിക്കുന്നതാണ് നമ്മൾ ഈ ഘോസ്റ്റ്, പ്രേതം എന്നൊക്കെ പറയുന്നത്. മറ്റേത് അതിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുമ്പോൾ പ്രാണശരീരവും വിജ്ഞാന ശരീരവും ആത്മാവുമായിട്ട് പോയിട്ട് പുനർജന്മം എടുക്കും. മനോമയ കോശം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഈ പറഞ്ഞ കോസ്റ്റ് എന്ന് പറയും. നമ്മുടെ ഈ പിശാച് എന്ന് നമുക്ക് ഇവരെ കാണാം, പക്ഷേ അവരിങ്ങനെ പോകുന്ന പോലെ തോന്നാം. അത് ഇങ്ങനെയൊക്കെയുള്ള അപ്പാരിഷൻസ് എന്നാണ് പറയാം. അപ്പാരിഷൻസ് ഉണ്ടാകുന്നതൊക്കെ ഈ മനോമയ കോശമാണ്. ഈ മനോമയ കോശമാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ട് ആ ആളിൻ്റെ ആത്മാവാണെന്ന് പറയുന്നത്. അത് ആ ആളിൻ്റെ ആത്മാവല്ല. ആ ആളിൻ്റെ ആത്മാവ് ഒരു ഓരോരുത്തർക്കും ഓരോ ടൈമിങ്ങാണ്. അവരേത് ഭാഗത്തു നിന്ന് വന്നു അതിൻ്റെ അനുസരിച്ചാണ് അവരുടെ ആഫ്റ്റർ ഡെത്തിലുള്ള ടൈമിങ്. ആ ടൈമിങ് അനുസരിച്ചിട്ട് അവർ പോയി ഒരു റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. ഒന്നും അറിയാൻ വയ്യാത്ത ഒരു സമയം. അതാ ഞാൻ പറഞ്ഞ 90 days വരെ വരും. ഒന്നും അറിയാൻ വയ്യാത്ത ടൈം. അത് കഴിഞ്ഞാൽ അവർ ഉറക്കത്തിൽ നിന്ന് എണ്ണീക്കുന്ന പോലെ എണ്ണീറ്റ് ഒരു ശരീരത്തിലേക്ക് കയറുകയാണ്. അപ്പോഴത്തേക്ക് ഭയമാകും ചില ജീവന്മാർക്ക് ഭയമായിട്ട് ഒളിക്കാനായിട്ട് ശ്രമിക്കും. അത് ഈ പ്രാണമയകോശവും വിജ്ഞാനമയകോശവും ഇവിടെയൊക്കെ പോകുന്നതിന് അതുണ്ടാകില്ല. അതിന് ആനന്ദമാണ് ഉണ്ടാകുന്നത്. അല്ലാത്ത മനോമയകോശത്തിൻ്റെ ഒരു ഭാഗവുമായിട്ട് പോകും ചില ജീവന്മാർ. അങ്ങനെ പോകുമ്പോൾ ഭയമുണ്ടാകുന്ന ഇതേ ലെവലിലുള്ള വസ്തുക്കളുള്ളതുകൊണ്ട് അവിടെ. അപ്പോൾ ഇതേ ലെവലിലുള്ള വലിയ ആസ്ട്രൽ ബോഡീസ് ഇവരെ വിഴുങ്ങാൻ പോകുന്ന പോലെ ഇത് തോന്നും, വല്ല ഉപദ്രവിക്കാൻ പോകുന്നതായിട്ട് ഇതിന് തോന്നും. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ വിവേകാനന്ദൻ്റെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വേറൊരു റിയ ബാബയുടെ ഫോളോവേഴ്സായിട്ട് വരുന്നൊരു പ്രധാന ആചാര്യനുണ്ടല്ലോ, അമേരിക്കയിലൊക്കെ പോയ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ വിഴുങ്ങാൻ വരുന്ന ആ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വിഴുങ്ങാൻ വരുമ്പോൾ ഈ ഒരു ബോഡി പുറത്തിറങ്ങി കഴിയുമ്പോൾ
ഒരുപാട് പേടിയാണ് ഇവരെ വലിയ ശല്യം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം സമാനമായ ഘോരമായ രൂപങ്ങൾ. അപ്പോൾ അത് അവരെ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ആസ്ട്രൽ ബോഡി അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതെ അതെ. നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം യോഗാനന്ദൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നത്, അദ്ദേഹം ധ്യാനിച്ചുകൊണ്ട് ഹിമാലയത്തിലിരിക്കുമ്പോൾ ധ്യാനത്തിൽ നിന്ന് അദ്ദേഹം ഉയർന്ന ഒരു ലെവലിലേക്ക് എത്തി ബോഡിയിൽ നിന്ന് വിട്ടു മാറി നിന്നപ്പോൾ കൂടെ ഗുരുവുണ്ട്, അദ്ദേഹത്തെ വിഴുങ്ങാനായിട്ട് മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെയുള്ള ഒരാൾ ഒരു സ്ത്രീ ഇരുന്ന് കുറേ വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പോൾ അതേ വലിയ സ്ത്രീയാണ്, മനുഷ്യൻ്റെ രൂപമൊന്നുമല്ല, ഒരു ആനയേക്കാളിലൊക്കെ വളരെ ഉയരത്തിലുള്ള സ്ത്രീയാണ്. പക്ഷെ ഇരുന്ന് വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളം തിളപ്പിക്കുമ്പോൾ പുരുഷൻ വന്ന് ചോദിക്കും, നീ എന്തിനാടി ഇരുന്ന് വെള്ളം തിളപ്പിക്കുന്നത്? അതുകൊണ്ടിരിക്കുന്ന ലവനെ കണ്ടോ, ആരെയാ? ഈ യോഗാനന്ദനെ. അവനെ ഇന്നത്തെ നമ്മുടെ ആഹാരമാണ്, അവനെ ഇട്ട് തിളപ്പിക്കാനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് യോഗാനന്ദന് പേടിയായി. പെട്ടെന്ന് അദ്ദേഹം ചാടി എണ്ണീറ്റു. യോഗയുടെ ആ ലെവലിൽ നിന്ന് ചാടി എണ്ണീറ്റ് ഗുരുവിനോട് പറഞ്ഞു. ഗുരു പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ സമാധാനപ്പെടുത്തി. ആ പുസ്തകത്തിനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം. ഇത് നമ്മുടെ ചിന്തയായിക്കൂടെ, അല്ലെങ്കിൽ ചിന്തയല്ല ഇത് ഇപ്പൊ ഈ പറഞ്ഞ ചിന്തയല്ല. അത് ആ ലെവൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ഈ ഫിസിക്കൽ ബോഡി മാറിക്കഴിഞ്ഞാൽ ആസ്ട്രൽ ലെവലിലാണ് പല ലെവലുള്ളത്. ആ പല ലെവലിലും അതിഭീകരമായ സമാനമായ പക്ഷേ നമ്മളെക്കാൾ വലുതും ഭീകരവുമായ ജീവികളുണ്ടെന്ന് തോന്നും. പക്ഷേ ഈ ആസ്ട്രൽ ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും നമ്മുടെ ബ്രെയിനുമായിട്ടൊരു കണക്ഷൻ ഈ ആസ്ട്രൽ ബോഡിക്ക് ഉണ്ടാകത്തില്ല. ഇല്ല, ബ്രെയിൻ പോയല്ലോ. ബ്രെയിനിന്റെ ബന്ധങ്ങൾ മരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടല്ലോ. ബ്രെയിനോട് മരിക്കുന്നതോടുകൂടി ബ്രെയിൻ ലെവൽ നഷ്ടപ്പെട്ടു. അല്ല, ധ്യാനത്തിലിരിക്കുമ്പോൾ ബ്രെയിനുമായിട്ടൊരു ബന്ധം ഉണ്ടാകാം. അപ്പൊ അത് ആ ബ്രെയിൻ കൊടുക്കുന്ന ആ ഭയമായിക്കൂടെ? ആയിക്കാം. ഇപ്പൊ ഈ യോഗാനന്ദന് സംഭവിച്ചത് അങ്ങനെയാകാം. ബ്രെയിൻ കൊടുത്ത ഒരു ഭയമാകാം അദ്ദേഹത്തെ ഭീതിയിലേക്ക് എത്തിച്ചത്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പല പുസ്തകങ്ങളിലും, നമ്മുടെ മുരളീകൃഷ്ണയുടെ പുസ്തകത്തിലും, ഇവിടെ നമ്മുടെ പോലീസ് സേനയിലുണ്ടായിരുന്ന മുരളീകൃഷ്ണ എന്ന് പ്രസിദ്ധനായ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും ഈ ഭീകരത രൂപത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ഭീകര രൂപങ്ങൾ തന്നെയാണ് മരിച്ചാലും ചില കണ്ടീഷനിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അത് മുഴുവൻ ബ്രെയിൻ ഉണ്ടാക്കുന്ന ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ പോയി. പക്ഷേ ഈ ജീവൻ പോകുന്ന വഴിയിൽ, അദ്ദേഹം മുരളീകൃഷ്ണ പറഞ്ഞ അതാണ്, ജീവൻ പോകുന്ന വഴിയിൽ പല വലിയ ജീവികളും, മിക്കതും നമ്മുടെ തരത്തിലുള്ളത് തന്നെയായിരിക്കും, തിന്നാനും കടിച്ചു കീറാനും ഒക്കെ വരും. അപ്പം നമ്മൾ ഒളിക്കും എവിടെയും. അപ്പം ഇങ്ങനെ ഒളിച്ചൊളിച്ച്, ഇത് മുരളീകൃഷ്ണയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഒളിച്ചൊളിച്ച് നമ്മൾ അവസാനം ഒളിക്കുന്നത് ഏതെങ്കിലും ഗർഭാശയത്തിലായിരിക്കും. അങ്ങനെ പുനർജന്മത്തിന് കാരണമാകും. അത് നമ്മൾ അറിയാതെ ഒളിക്കുന്നതാണ്. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുനർജന്മത്തിന് കാരണമാകുന്നത് പിന്നീടുള്ള നമ്മുടെ ഭയമാണ്. ഒരു കാരണം ഭയമാണ്. ഒരു കാരണം കൊണ്ട് എല്ലാത്തിനും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇത് ഞാൻ മുരളീകൃഷ്ണയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും അതിനകത്തുണ്ടാകാം. ചിലപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി, നമ്മുടെ വീഡിയോ എല്ലാം കണ്ടിട്ട്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ആരെങ്കിലുമായിട്ട് ജനിക്കണം, എന്താണ് മാർഗം? ഞാൻ പറഞ്ഞു, സാധാരണ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെയൊക്കെ മറക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. നിങ്ങളിതൊക്കെ പറഞ്ഞ ഇതിൻ്റെ മാർഗമൊന്നും എനിക്കറിയില്ല. നിങ്ങൾ അവിടെ വിളിച്ചിട്ടായിരിക്കും എൻ്റെ നമ്പർ കിട്ടിയത്, എന്നെ നേരിട്ട് വിളിക്കുക ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചില ജന്മങ്ങളുണ്ട്. അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ. അയാൾക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അയാളുടെ അച്ഛൻ്റെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ മരിച്ച് അച്ഛൻ ഏത് നിലയിലാണോ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ലെവലിൽ ജീവിക്കണം. അപ്പോൾ ഇത് അപൂർവമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ഭാര്യാഭർത്താക്കന്മാർ, ചില സഹോദരന്മാർ, ചില സ്നേഹ ഇങ്ങനെയുള്ളവർ ഒക്കെ പല ലെവലിലും ഈ സംഭവം നടക്കുന്നുണ്ട്. അതൊരു റീകാർണേഷൻ ആയിക്കൂടെ? അതായത് കാലാകാലങ്ങളായിട്ടുള്ള പ്രണയമോ സ്നേഹമോ എന്തെങ്കിലും
അട്രാക്ഷൻ അതവരെ പിന്നീട് ഒരു പുനർജന്മത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണെങ്കിലും ഒരു ജന്മം അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് പുനർജന്മം ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത് ഏത് കാലത്തെ ആശ്രയിച്ചായിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് മരിച്ചാൽ ഈ തന്നെ ആശ്രയിച്ചായിരിക്കണമെന്നില്ല എൻ്റെ പുനർജന്മം. ഇപ്പം ഞാൻ എത്രയെത്ര പുനർജന്മമുണ്ട്, ആകെ ടോട്ടൽ നമ്മുടെ പുനർജന്മത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആകെ 170 മറ്റോ മറ്റേ അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 170 പുനർജന്മം മറ്റോ ആണ്. അപ്പോൾ ഈ 170 ഏതെണ്ണം നമ്മൾ രാത്രി കിടക്കാൻ പോയി സ്വപ്നം കാണുന്നത് പോലെ തൊട്ട് തലേന്ന് നടന്ന സംഭവമായിരിക്കില്ല നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത്. എപ്പോഴെങ്കിലും നടന്നതിൻ്റെയും പലതും കൂടെ ചേർത്തായിരിക്കും ഒരു സംഭവമായിട്ട് നമ്മുടെ സ്വപ്നത്തിൽ വന്നു കയറുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതും സമാനമാണ് സംഭവം, പക്ഷേ ബോഡി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലതിൻ്റെ കൂട്ടിച്ചേർക്കലോടുകൂടിയായിരിക്കും ഒരു പുനർജന്മം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏത് ജന്മത്തേതാണ് നമ്മൾ അനുഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല.